പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ, ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വരയാടുകളുടെയും നീലക്കുറിഞ്ഞികളുടെയും ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിന് 50 വയസ്സ്. ഇടുക്കി കുമളിയിൽ ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമായി കൂറ്റൻ കാട്ടുപോത്ത്. പൈനാവിൽ വാട്ടർ അതോറിറ്റി നിർമ്മിക്കുന്ന ഗസ്റ്റ് ഹൌസിന്റെ നിർമ്മാണ പുരോഗതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിലയിരുത്തി. വരയാടുകളുടെയും നീലക്കുറിഞ്ഞികളുടെയും ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിന് 50 വയസ്സ്. 1975 മാർച്ച് 31 ആനമുടിയും ചുറ്റുമുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്തെ വന്യജീവി സങ്കേതമായി ഇരവികുളത്തെ സർക്കാർ പ്രഖ്യാപിച്ചത്. 1978 ഇരവികുളം സംസ്ഥാനത്തെ ആദ്യ ദേശീയോദ്യാനമായി. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ വിസ്തീർണം. ഈ പ്രദേശം പണ്ടുകാലത്ത് തേയില വ്യവസായത്തിനെത്തിയ ഇംഗ്ലീഷുകാരുടെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു. 1895 ഈ പ്രദേശം ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത പ്രദേശത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്ത് 1975 വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിക്കുകയായിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്നതും ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ 1-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമായ വരയാട്, സിംഹവാലൻ കുരങ്ങ്, മാൻ, കാട്ടുപോത്ത്, കടുവ, പുലി എന്നിവയും 15-ലധികം തരത്തിലുള്ള നീലക്കുറിഞ്ഞികളും മറ്റ് അപൂർവ സസ്യജാലങ്ങളും നിറഞ്ഞതാണ് ഇരവികുളം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലവനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങൾ ഇരവികുളത്തിന്റെ പ്രത്യേകതയാണ്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി കുമളിയിൽ ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമായി കൂറ്റൻ കാട്ടുപോത്ത്. കുമളി, കൊല്ലം, പട്ടട, കുരിശുമല പ്രദേശത്താണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കാട്ടുപോത്ത് സ്ഥിരമായി എത്തുന്നത്. രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ തുടരുന്നത് മൂലം വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുകയാണ് നാട്ടുകാർ. പെരിയാർ ടൈഗർ റിസർവിൽ നിന്നുമാണ് കാട്ടുപോത്ത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് അംഗൻവാടി ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. അവധിക്കാലമായതിനാൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം വലിയ ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും കാട്ടുപോത്ത് ജനവാസ മേഖലയിലേക്ക് എത്താതെ തുരത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കുമളി. പൈനാവിൽ വാട്ടർ അതോറിറ്റി നിർമ്മിക്കുന്ന ഗസ്റ്റ് ഹൌസിന്റെ നിർമ്മാണ പുരോഗതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിലയിരുത്തി. ഗസ്റ്റ് ഹൌസിനോടനുബന്ധിച്ച് സെക്ഷൻ ഓഫീസും സബ് ഡിവിഷൻ ഓഫീസും നിർമ്മിക്കും. സാധാരണക്കാരായ ജനങ്ങൾക്ക് വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട സേവനം കൂടുതൽ സൗകര്യപ്രദമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പൈനാവ് ടൗണിൽ ജലസംഭരണിക്ക് താഴെയായി ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്.
3 സ്യൂട്ട് റൂമുകളും 2 ഓർഡിനറി റൂമുകളും ഉൾപ്പെടുന്ന ഗസ്റ്റ് ഹൗസാണ് നിർമ്മിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് മതിയായ നിരക്കിൽ താമസം ലഭ്യമാകുന്നതിനോടൊപ്പം വാട്ടർ അതോറിറ്റിയുടെ ജല ഇതര വരുമാനം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. ജലജീവൻ മിഷന്റെ ഭാഗമായി 2.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് നിർമ്മിക്കുമ്പോൾ ഇതിന്റെ താഴെയുള്ള ഭാഗങ്ങൾ അതിഥി മന്ദിരത്തിനും ഓഫീസ് കെട്ടിടത്തിനുമായി വിനിയോഗിക്കുകയായിരുന്നു. 3ാമത്തെ നില വരുന്ന ഭാഗത്തെ സ്ഥലം ഉപയോഗപ്പെടുത്തിയാണ് സെക്ഷൻ സബ് ഡിവിഷൻ ഓഫീസുകൾ ക്രമീകരിക്കുന്നത്. 30 ലക്ഷം രൂപയാണ് അതിഥി മന്ദിരത്തിനും ഓഫീസ് കെട്ടിടത്തിനുമായി അനുവദിച്ചിട്ടുള്ളത്. ജില്ലാ ആസ്ഥാനത്ത് പൈനാവിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു ഗസ്റ്റ് ഹൗസ് നിർമ്മാണം പൂർത്തിയാകുക. അതോടൊപ്പം സാധാരണക്കാരായ ആൾക്കാർക്ക് ഇന്ന് വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉള്ള അസൗകര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാഗമായി തന്നെ സെക്ഷൻ ഓഫീസും സബ് ഡിവിഷനും ഇവിടെ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നിർമ്മാണമാണ് ആരംഭിച്ചിട്ടുള്ളത്. 3 സ്യൂട്ട് റൂമുകളും അതോടൊപ്പം 2 ഓർഡിനറി റൂമുകളും ഉൾക്കൊള്ളുന്ന ഗസ്റ്റ് ഹൗസാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ മന്ത്രി പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകി. മെയ് അവസാനത്തോടെ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. സെന്റ് ജോസഫ് ക്ലിനിക് ലാബ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ ശല്യാംപാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. അടിമാലി രചന ട്രസ്റ്റ് ഉടമ ശ്രീ PK വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഷുഗർ, പ്രഷർ ഉൾപ്പെടെ എല്ലാ ടെസ്റ്റുകളും പരിശോധിക്കാൻ ഏകദേശം 20 കിലോമീറ്റർ അടിമാലിയിലെത്തി കാത്തിരുന്ന് പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ദിവസം പോകും. അതിനൊരു പരിഹാരമായി സെന്റ് ജോസഫ് ഗ്രൂപ്പ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ 7ാമത് സംരംഭമായ സെന്റ് ജോസഫ് ക്ലിനിക് ലാബ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ ശല്യാംപാറയിൽ പോണാങ്കടി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ശല്യാംപാറ സെന്റ് മേരീസ് ചർച്ച് ഇടവക വികാരി റെഫറൻസ് ഫാദർ ജോസഫ് വെട്ടിക്കൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. അടിമാലി രചന ട്രസ്റ്റ് ഉടമ PK വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലാബ് 200 ഏക്കറിൽ സെന്റ് ജോസഫ് ക്ലിനിക് ആൻഡ് ലാബ് ആരംഭിച്ചു. എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞ് ശല്യാംപാറയിൽ ആരംഭിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടും ശല്യാംപാറയിൽ ഇത് അനിവാര്യമാണ്. ഇവിടെയുള്ള ആളുകൾക്ക് ഒരു ഷുഗർ നോക്കണമെങ്കിൽ വെള്ളത്തൂവൽ അടിമാലി സ്ഥലങ്ങളിൽ പോകേണ്ട സ്ഥിതിയാണ്. അപ്പോൾ 20 രൂപ 30 രൂപയാണ് ഷുഗറിൻ്റെ ചാർജ്. ഇവിടെ നിന്ന് അവിടെ പോയി വരുമ്പോൾ എത്ര നല്ല പൈസ ആവുകയും അവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ സ്ഥാപനം ഈ ശല്യാംപാറയ്ക്ക് അനിവാര്യമാണെന്ന് പറയുകയും ആൾവിൻ അത് ഇവിടെ നടത്തുകയാണ് ചെയ്തത്. വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കന്മാരായ ശ്രീ ജോർജ് തോമസ്, മനു തോമസ്, ബിന്ദു രാജേഷ്, KB ജോൺസൺ, ജാസ്മി അമൻ, ഷിയാസ് PA, അനീഫ അറക്കൽ, അബ്ദുൽ കലാം, സാജു സ്കറിയ, റോജൻ ജോർജ്, CK മത്തായി, MA ഹംസ തുടങ്ങിയ പൗരപ്രമുഖർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. യോഗത്തിൽ മാനേജിംഗ് ഡയറക്ടർ ആൽവിൻ K. ജോസഫ് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നൽകിയ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകിയിരുന്നു. നീന്തലറിയാൻ പാടില്ലാത്ത കാരണത്താൽ നിരവധി കുട്ടികൾ വിവിധ തരം ജലാശയങ്ങളിൽ പല അപകടങ്ങളിലും പെടുന്ന വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം സംഭവങ്ങൾ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടോടെയാണ് പഞ്ചായത്ത് ഈയൊരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ജില്ലയിലെ മറ്റൊരു പഞ്ചായത്തിലും നടപ്പാക്കാത്ത ഈ പദ്ധതിക്ക് വലിയ സ്വീകാര്യതയായിരുന്നു. പരിശീലനം കൃത്യമായി പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കാഞ്ചിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന യോഗം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. നീന്തൽ പരിശീലനം എന്ന പ്രോജക്റ്റ് കൊണ്ടുവന്നു. അത് തുടർച്ചയായിട്ട് ഈ അവധിക്കാലങ്ങളിൽ ബന്ധുവീടുകളിൽ ചെല്ലുന്ന കുട്ടികൾ, അതുപോലെ തന്നെ പടുതാക്കുഴിയിൽ അല്ലെങ്കിൽ ജലാശയങ്ങളിലൊക്കെ പോകുന്ന വാർത്ത, മരിച്ചു പോകുന്ന വാർത്ത നമ്മൾ നിരന്തരമായി വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സയൻസ് സ്കൂളിലെ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവിടുത്തെ അച്ഛനോട്, അവിടുത്തെ മാനേജർ അച്ഛനോട് ഞങ്ങൾ സൂചിപ്പിച്ചു, ഇങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അത് അനുവദിച്ച് ജില്ലാ DPCയിൽ നിന്ന് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ അതിനൊരു അവസരം നമുക്ക് അവിടെ തരണമെന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛന് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് തീർച്ചയായിട്ടും ആ കുളം നമുക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞു.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ ഗിരിജകുമാരി പരിപാടികൾക്ക് നേതൃത്വം നൽകി. അടുത്ത വർഷവും ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സിറ്റുവേഷൻ ഉപ്പുതറ. അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ പീരുമേടിന്റെ സ്വന്തം കലാകാരൻ അജി അൽഫയ്ക്ക് കരുതലിന്റെ സ്പർശവുമായി KSRTE രംഗത്ത്. അജിയുടെ കുടുംബത്തിന് ഏപ്രിൽ 16 വീടിന്റെ താക്കോൽ കൈമാറും. KSRTE നേതാക്കൾ പീരുമേട്ടിലെത്തി ഭവന നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തി. അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ പീരുമേടിന്റെ കലാകാരൻ അജി അൽഫയുടെ കുടുംബത്തിനാണ് KSRTE കരുതലിന്റെ സ്പർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അജിയുടെ കുടുംബത്തിനായി പീരുമേട്ടിൽ നിർമ്മാണം നടക്കുന്ന ഭവനത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഭവന നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തുന്നതിനായാണ് നേതാക്കൾ സ്ഥലം സന്ദർശനം നടത്തിയത്. KSRTE മുൻ സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദന്റെ സ്മരണയ്ക്കായി സ്പർശം സ്വാന്തനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകുന്ന 2 വീടുകളിലൊന്നാണ് അജിയുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്നതെന്ന് KSRTE സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ അറിയിച്ചു. ഏപ്രിൽ 16 ഭവന നിർമ്മാണം പൂർത്തീകരിച്ച അജിയുടെ കുടുംബത്തിന് താക്കോൽ കൈമാറുമെന്ന് CITU ജില്ലാ പ്രസിഡന്റ് R തിലകൻ അറിയിച്ചു. 2023 മാർച്ച് 1 CITU സംസ്ഥാന പ്രസിഡന്റിന്റെ TP രാമകൃഷ്ണനായിരുന്നു വീടിന് തറക്കല്ലിട്ടത്. KSRTE സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ ഭവന നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തി. സിറ്റുവേഷൻ ഉപ്പുതറ. ഇടവേള. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. Admission started. Montfort Valley School, Murikundoti. Registration for the academic year 2025-26. Classes pre-KG to 9th and +1. For more inquiries, contact the landline 04868 247 421. Mobile 94469 66421. വീണ്ടും വാർത്തയിലേക്ക്. ഏലത്തോട്ടത്തിൽ ചാരായം മാറ്റുന്നതിനിടെ ഒരാൾ എക്സൈസ് പിടിയിലായി. ഇടുക്കി കാൽവരി മൗണ്ട് വെള്ളിയാങ്കല്ലിലായിരുന്നു എക്സൈസിന്റെ ചാരായ വേട്ട. 19 ലിറ്റർ ചാരായവും 35 ലിറ്റർ കോടയും മാറ്റുപകരണങ്ങളും ചാരായം മാറ്റിയ ചീരൻകുന്നിൽ സ്കറിയ മാത്യുവിനെയും എക്സൈസ് സംഘം പിടികൂടി. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ ലക്ഷ്യം വെച്ച് മലയോരത്ത് വൻതോതിൽ ചാരായ നിർമ്മാണം നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് പരിശോധന കർശനമാക്കിയിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ പിടിയിലായ ചീരങ്കുന്നിൽ സ്കറിയ മാത്യുവിനെ എക്സൈസ് സംഘം നാളുകളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്നാണ് ഇന്ന് തങ്കമണി എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് MPയുടെ നേതൃത്വത്തിൽ ഇയാളുടെ കൃഷിയിടത്തിലെത്തി പരിശോധന നടത്തിയത്. എക്സൈസ് സംഘം എത്തുമ്പോൾ സ്കറിയ മാത്യു ചാരായം മാറ്റുകയായിരുന്നു. ഏലകൃഷിയുടെ മറവിലായിരുന്നു ഇയാളുടെ വൻതോതിലുള്ള വ്യാജ ചാരായ നിർമ്മാണം. വാറ്റി സൂക്ഷിച്ചിരുന്ന 19.5 ലിറ്റർ വാറ്റ് ചാരായവും ചാരായ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 35 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളുമായാണ് സ്കറിയ എക്സൈസ് സംഘം പിടികൂടിയത്. പ്രതിയുടെ പക്കൽ നിന്നും 19.5 ലിറ്റർ ചാരായവും 35 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടിയിട്ടുള്ളതാണ്. പ്രതി വിഷു, ഈസ്റ്റർ മുന്നിട്ട് കണ്ടുകൊണ്ട് വൻ ലാഭത്തിന് വേണ്ടി ചാരായം വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചാരായം വാറ്റുന്നത് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ സ്കറിയയെ റിമാൻഡ് ചെയ്തു. തോട്ടം മേഖലയും അതിർത്തി മേഖലകളും കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുവാനാണ് എക്സൈസ് തീരുമാനം. സിറ്റുവേഷൻ കട്ടപ്പന. AISF ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടക്കും. പ്രതിനിധി സമ്മേളനം AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിഭാ സംഗമം
CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ രാവിലെ പതാക ഉയർത്തലിന് ശേഷം പുഷ്പാർച്ചന, രക്തസാക്ഷി പ്രമേയം, പ്രസിഡിയം തിരഞ്ഞെടുപ്പ് എന്നിവ നടക്കും. തുടർന്ന് അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിഭാസംഗമം CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AISFന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം ഈ വരുന്ന 11, 12 തീയതികളിലായിട്ട് വെള്ളിയും ശനിയും ദിവസങ്ങളിലായിട്ട് CA കുടിയ നഗരായ കാർഷിക വികസന ബാങ്ക് ഹാളിൽ വെച്ചിട്ട് കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 11-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നിലവിലുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ യോഗവും 12-ാം തീയതി രാവിലെ 10 മണിക്ക് പ്രതിനിധി സമ്മേളനവും ജില്ലയിലുള്ള 10 മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 200 പ്രതിനിധികൾ പങ്കെടുക്കുകയാണ്. പ്രതിനിധി സമ്മേളനം AISF സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് RS രാഹുൽ രാജാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സംഘാടക സമിതി ചെയർമാൻ KM ഷാജി, ജയാമധു, P. പളനിവേൽ എന്നിവർ സംസാരിക്കും. പ്രതിഭാസംഗമത്തിൽ AISF ജില്ലാ വൈസ് പ്രസിഡന്റ് GY ജിനു അധ്യക്ഷത വഹിക്കും. കലാ, സാംസ്കാരിക, കായിക, കാർഷിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കും. സമ്മേളനത്തിൽ സംഘടനാ ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. പ്രിൻസ് മാത്യു, നന്ദു ജോസഫ്, അഡ്വക്കേറ്റ് VS അഭിലാഷ്, KJ ജോയ്സ്, ആനന്ദ് വിളയിൽ, സെൽവം കണ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. സിറ്റി വിഷൻ അടിമാലി. കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചതിനെതിരെ അടിമാലിയിൽ അഭിഭാഷകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോടതി നടപടികൾ ബഹിഷ്കരിച്ചായിരുന്നു പ്രതിഷേധം. അടിമാലി ബാർ അസോസിയേഷൻ ഹാളിൽ അഭിഭാഷകർ പ്രതിഷേധ യോഗം ചേർന്നു. കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചതിനെതിരെ സംസ്ഥാനത്താകെ അഭിഭാഷകർ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും അഭിഭാഷകർ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായത്. കോടതി നടപടികൾ ബഹിഷ്കരിച്ചായിരുന്നു പ്രതിഷേധം. അത്യത്ഭുതകരമായ രീതിയിൽ അടിസ്ഥാനരഹിതമായി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണാതെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ വർധനവിനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ അഭിഭാഷക സമൂഹം മാത്രമല്ല, നീതിബോധമുള്ള ആളുകൾ മുഴുവൻ ഈ സംവിധാനത്തെ ഇപ്പോൾ എതിർക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത് 400% മുതൽ 900% വരെയാണ് ഫീസ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അടിമാലി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബാർ അസോസിയേഷൻ ഹാളിൽ അഭിഭാഷകർ പ്രതിഷേധ യോഗം ചേർന്നു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ, സെക്രട്ടറി സാലിമോൻ, അഡ്വക്കേറ്റ് മാർട്ടിൻ ദാസ്, V. ജെയിംസ്, പ്രവീൺ K. ജോർജ്, ആദർശ് K. ജോർജ്, മുൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിജി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചതിലുള്ള പ്രതിഷേധം യോഗം രേഖപ്പെടുത്തി. സിറ്റി വിഷൻ അടിമാലി. ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്തവണത്തെ അടിമാലി ഫെസ്റ്റ് അടുത്ത മാസം 1 മുതൽ 10 വരെ നടക്കും. വിൽപ്പന, പ്രദർശന സ്റ്റാളുകൾ ഉൾപ്പെടെ ഒരുക്കി കലാപരിപാടികളോടെ വിപുലമായ രീതിയിൽ ഫെസ്റ്റ് നടത്തുവാനാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ ഫെസ്റ്റ് നടത്താൻ തീരുമാനം കൈക്കൊണ്ടിരുന്നുവെങ്കിലും ഫെസ്റ്റ് നഗരിയുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക തടസ്സത്താൽ ഫെസ്റ്റ് നടത്തിപ്പ് നീളുകയായിരുന്നു. ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അടിമാലി ഫെസ്റ്റിന് കളമൊരുങ്ങുകയാണ്. ഇത്തവണത്തെ അടിമാലി ഫെസ്റ്റ് അടുത്ത മാസം 1 മുതൽ 10 വരെ നടക്കും. കഴിഞ്ഞ ഡിസംബറിൽ ഫെസ്റ്റ് നടത്താൻ തീരുമാനം കൈക്കൊണ്ടിരുന്നുവെങ്കിലും ഫെസ്റ്റ് നഗരിയുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക തടസ്സത്താൽ ഫെസ്റ്റ് നടത്തിപ്പ് നീളുകയായിരുന്നു. ഫെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ യോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വിൽപ്പന, പ്രദർശന സ്റ്റാളുകൾ ഉൾപ്പെടെ ഒരുക്കി കലാപരിപാടികളോടെ വിപുലമായ രീതിയിൽ ഫെസ്റ്റ് നടത്തുവാനാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അടിമാലിയുടെ ഉത്സവമായ അടിമാലി ഫെസ്റ്റ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. നമ്മുടെ നാടിൻ്റെ ഐക്യവും സഹോദര്യവും സ്നേഹവും എല്ലാം നിലനിർത്തുന്ന നമ്മുടെ ഫെസ്റ്റ് അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മെയ് 1 മുതൽ 11 വരെയാണ് തീരുമാനിച്ചിട്ടുള്ളത്.
മുൻകാലങ്ങളിൽ നടന്നിരുന്ന അടിമാലി ഫെസ്റ്റ് അടിമാലിയുടെ വാണിജ്യ മേഖലയ്ക്കുൾപ്പെടെ ഉണർവ് പകർന്നിരുന്നു. പിന്നീട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫെസ്റ്റ് നടന്നിരുന്നില്ല. 1992 വിവിധ സാംസ്കാരിക സംഘടനകൾ മുൻകൈയെടുത്ത ഫെസ്റ്റിന് തുടക്കം കുറിച്ചത്. 2016 ഒടുവിൽ അടിമാലി ഫെസ്റ്റ് നടന്നത്. അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് ഫെസ്റ്റ് നടത്താനാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. സിറ്റി വിഷൻ അടിമാലി. ഇടുക്കി രൂപത കാൽനട കുരിശുമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നേതൃത്വം നൽകിയ കാൽനട തീർത്ഥാടനത്തിൽ 1,00,000-ൽ കൂടുതൽ വിശ്വാസികൾ മല കയറി. ഇന്നലെ വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രലിൽ നിന്നും അഭിവന്ദ്യ പിതാവ് നേതൃത്വം നൽകിയ കാൽനട തീർത്ഥാടനവും രാജാക്കാട്, വെള്ളയാങ്കുടി, അടിമാലി, മുരിക്കാശ്ശേരി തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ കാൽനട തീർത്ഥാടനവും രാവിലെ 9 മണിക്ക് എഴുകുംവയൽ മലയടിവാരത്ത് എത്തിയപ്പോൾ ഗ്രാമവും പരിസരങ്ങളും വിശ്വാസികളാൽ നിറഞ്ഞു. തീർത്ഥാടകരെയും വാഹനങ്ങളെയും നിയന്ത്രിക്കാൻ ഇടവക ജനം വളരെ ബുദ്ധിമുട്ടി. നെടുങ്കണ്ടം താലൂക്ക് ഹോസ്പിറ്റലിൽ, കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ, ഇടവക പാലിയേറ്റീവ് കൂട്ടായ്മ എന്നിവയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ടീം സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഇടുക്കി രൂപതയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, പാലാ തുടങ്ങിയ രൂപതകളിൽ നിന്നും വൈദികരുടെയും സന്യാസികളുടെയും നേതൃത്വത്തിൽ വിശ്വാസികൾ കുരിശുമലയിലെത്തിയിരുന്നു. ഇന്നലെ അർദ്ധരാത്രി മുതൽ നേർച്ച കഞ്ഞി തയ്യാറാക്കുന്ന വോളണ്ടിയേഴ്സ് മലമുകളിൽ സജീവമായിരുന്നു. കുടിവെള്ളം, പാർക്കിംഗ് സൗകര്യം, ഗതാഗത നിയന്ത്രണം, അനൗൺസ്മെന്റ് ഇവയെല്ലാം സജീവമായി പ്രവർത്തിച്ചത് തീർത്ഥാടകർക്ക് വളരെ പ്രയോജനം ചെയ്തു. ദുഃഖവെള്ളിയാഴ്ച കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്തു നിന്നും കുരിശുമലയിലേക്ക് KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നതാണ്. ഇന്ന് ഇടുക്കി രൂപത തീർത്ഥാടന ദിനമായി ആചരിക്കുകയായിരുന്നു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരയാടുകളുടെയും നീലക്കുറിഞ്ഞികളുടെയും ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിന് 50 വയസ്സ്. ഇടുക്കി കുമളിയിൽ ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമായി കോറ്റൻ കാട്ടുപോത്ത്. പൈനാവിൽ വാട്ടർ അതോറിറ്റി നിർമ്മിക്കുന്ന ഗസ്റ്റ് ഹൌസിന്റെ നിർമ്മാണ പുരോഗതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിലയിരുത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ, ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോപാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.